greetings and farewell. അഭിവാദ്യങ്ങളും വിടവാങ്ങലും. Every language has its own way of greeting and wishing people. This lesson teaches you to greet someone, ask and answer, "How are you?" and say farewell. ഓരോ ഭാഷയ്ക്കും തനതായ അഭിവാദ്യ രീതികളും ആശംസാ രീതികളുമുണ്ട്. ഈ പാഠം മറ്റൊരാളെ അഭിവാദ്യം ചെയ്യാനും കുശലാന്വേഷണം നടത്താനും യാത്രാമൊഴി പറയുവാനും പരിശീലിപ്പിക്കുന്നു. Greetings. അഭിവാദ്യങ്ങൾ. Good morning. Good morning. Good evening. Good evening. Hello. Hello. Hi. Hi. Asking and answering, "How are you?" കുശലാന്വേഷണങ്ങൾ. How are you? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? Fine, thank you. സുഖമായിരിക്കുന്നു. അന്വേഷണത്തിന് നന്ദി. How is it going? കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു? Pretty good. സാമാന്യം നന്നായി പോകുന്നു. What's up? പിന്നെ എന്തൊക്കെയുണ്ട്? Nothing much. പ്രത്യേകിച്ചൊന്നുമില്ല. Farewell. യാത്രാമൊഴി. Well, I have to go now. ശരി, എനിക്കിപ്പോൾ പോകണം. See you later. Bye. എന്നാൽ പിന്നെ കാണാം. ബൈ. Bye. Bye. Goodbye. Goodbye. Good night. Good night. Forms of address. അഭിസംബോധന രീതികൾ. Mr., Mrs., Miss, Sir, Ma'am. If a person's name is Suresh Nair, then Suresh is his first name and Nair is his last name. When addressing a person as Mr., we should either use the full name or only the last name. For example, you can say Mr. Suresh Nair or Mr. Nair, but never Mr. Suresh. ഒരു വ്യക്തിയുടെ പേര് സുരേഷ് നായർ എന്നാണെങ്കിൽ സുരേഷ് എന്നത് ആദ്യ പേരും നായർ എന്നത് അവസാന പേരുമാണ്. മിസ്റ്റർ എന്ന് ഒരാളിനെ അഭിസംബോധന ചെയ്യുമ്പോൾ മുഴുവൻ പേരോ അതല്ലെങ്കിൽ അവസാന പേര് മാത്രമോ ഉപയോഗിക്കണം. ഉദാഹരണത്തിന് മിസ്റ്റർ സുരേഷ് നായർ എന്നോ മിസ്റ്റർ നായർ എന്നോ വിളിക്കാം. മിസ്റ്റർ സുരേഷ് എന്ന് വിളിക്കരുത്. Good morning, Mr. Brown. How are you? ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബ്രൗൺ. താങ്കൾക്ക് സുഖമാണോ? Oh, hello. I'm fine. Thank you. How is it going with your new job? ഹലോ, നന്ദി. ഞാൻ സുഖമായിരിക്കുന്നു. താങ്കളുടെ പുതിയ ജോലി എങ്ങനെയുണ്ട്? Pretty good. Well, I have to go now. It's getting late. നന്നായി പോകുന്നു. എനിക്കിപ്പോൾ പോകണം. സമയം വൈകുന്നു. Carry on. Goodbye. എന്നാൽ അങ്ങനെ ആവട്ടെ. ഗുഡ് ബൈ.